ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. അലഞ്ഞുതിരിയുന്ന കാറ്റുപോലൊരു പാട്ടുകാരൻ. മെഹബൂബ് എന്തിനു വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞാൽ സംഗീതത്തിനു വേണ്ടി ജീവിച്ചു. എന്തിനു വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം സംഗീതത്തിന് വേണ്ടി മരിച്ചു. സംഗീതവും സ്നേഹവും ആണ് മെഹബൂബ്. മെഹബൂബ് സംഗീതം ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ ജനലക്ഷങ്ങൾ മെഹബൂബിന് തിരിച്ച് സ്നേഹം കൊടുത്തു. ആ സ്നേഹത്തിന് വേണ്ടി അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഗീത തീർത്ഥയാത്ര. മിടുക്കി 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 മിടുമിടുക്കി മിടുക്കി മിടുക്കി കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി. മിടുക്കി മിടുക്കി മിടുക്കി. ഏപ്രിൽ 22 ഗായകൻ മെഹബൂബിന്റെ ഓർമ്മദിനം. മിടുക്കി 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 മിടുമിടുക്കി മിടുക്കി മിടുക്കി കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി. കുടുക്കി കുടുക്കി കുടുക്കി. അലഞ്ഞുതിരിയുന്ന സുഗന്ധവാഹിയായ കാറ്റുപോലായിരുന്നു പാട്ടുകാരൻ മെഹബൂബ്. ആ കാറ്റിൽ സംഗീതത്തിൻ്റെ മൂളക്കമുണ്ടായിരുന്നു. ഹാസ്യരസം കലർന്ന ഇമാതിരി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മാത്രം സഹൃദയരാൽ തിരിച്ചറിയപ്പെടുന്ന, കോമഡി പാട്ടുകാരനായി മാത്രം മുദ്രകുത്തപ്പെട്ടു പോയ മെഹബൂബിൻ്റെ കലാജീവിതത്തിലെ അകപ്പൊരുൾ എന്തായിരുന്നു? മിടുക്കി 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 മിടുമിടുക്കി മിടുക്കി മിടുക്കി കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി. കുടുക്കി കുടുക്കി കുടുക്കി. സ്റ്റുഡിയോ മുറികളെക്കാളും ഈ ഗായകന് പ്രിയപ്പെട്ടത് അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ എത്തിച്ചേരാറുള്ള സുഹൃത്ത് സദസ്സുകളാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഗായകനും ആസ്വാദകനും ഗാനവുമൊക്കെ ഉരുകി ഒന്നായി മാറുന്ന ലയമായിരുന്നു മെഹബൂബ് പാട്ടിലൂടെ തേടിയതും നേടിയതും. मैं हूँ मजनू यही लैला यही मेरी सजनी. मैं हूँ मजनू यही लैला यही मेरी सजनी. सजनी सजनी सजनी. നാട്ടുകാരുടെ പാട്ടുകാരനായിരുന്നു മെഹബൂബ്. നാട്ടുകാരിൽ ഒരാളായി ജീവിച്ചു മരിച്ച ഒരാൾ. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാര് ഉപ്പമാറാൻ കൊർക്കായി ബൂറായും പോയി വരുമ്പം പീടിയ കണ്ടില്ല. പിന്നെ സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ള എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. ഈ പാട്ടുകാരന്റെ ജീവിതം രേഖീയമായ ഒരു ജീവചരിത്ര പുസ്തകത്തിന് വഴങ്ങുന്ന ഒന്നല്ല. പറഞ്ഞും പറഞ്ഞുകേട്ടും വീണ്ടും വീണ്ടും പറഞ്ഞുകേട്ടും പഴകി ഉറച്ചുപോയ ഒരു മിത്തിക്കൽ പരിവേഷം മെഹബൂബിന്റെ ജീവിതത്തിലുണ്ട്. അരക്കാരുപ്പമാറാൻ കൊറക്കായി ബൂറായും പോയി വരുമ്പം പീടിയ കണ്ടില്ല. പിന്നെ സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ള എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, പാട്ടുകാരുടെ ഓർമ്മകളിലൂടെ പൂരിപ്പിച്ചെടുത്താൽ പോലും ഒരു അപൂർണ ചിത്രമായി മാത്രം അവശേഷിക്കുന്ന ഒരു മിത്തിക്കൽ കഥാപാത്രം തന്നെയാണ് ഈ പാട്ടുകാരൻ. എങ്കിലും നാട്ടുകാരുടെ ഓർമ്മകളിലൂടെ വേണം അവരുടെ ഗായകനെ അന്വേഷിക്കാനും കണ്ടെത്താനും. മെഹബൂബ് എന്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ നാടിൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഈ നാട് എന്ന് പറയുമ്പോൾ മെഹബൂബിൻ്റെ കൊച്ചി എന്ന നാട്, തുറമുഖ നഗരമായ കൊച്ചി. മെഹബൂബിൻ്റെ സംഗീത ജീവിതത്തെ അടുത്തുനിന്നും മാറി നിന്നും ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള എം ഇക്ബാലിൻ്റെ നിരീക്ഷണങ്ങൾ. വിവിധ ഭാഷക്കാർ, വിവിധ ദേശക്കാർ, വിവിധ വേഷക്കാർ. അപ്പോൾ ഒരു സംഗമഭൂമിയായ തുറമുഖ പട്ടണത്തിലെ സംസ്കാരധാരകൾ എന്തെല്ലാമുണ്ട്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ അതിൻ്റേതായ സംഗീത ധാരകൾ എന്തെല്ലാമുണ്ട്, അതെല്ലാം സ്വായത്തമാക്കിയതായിരുന്നു മെഹബൂബ്. മെഹബൂബിനോട് ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിലൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ നല്ലൊരു ബാലാഡ് പാടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൺട്രി സോങ് പാടും. ഒരു ജൂയിഷ് സോങ് പാടണമെന്ന് പറഞ്ഞാൽ മെഹബൂബ് അത് ഹിബ്രു ഭാഷയിൽ അത് പാടും. അതല്ലെങ്കിൽ മറാത്തിയിലോ ബംഗാളിയിലോ മറ്റേതെങ്കിലും ഇന്ത്യൻ ഭാഷകളിലോ ഒക്കെ മെഹബൂബ് പാടും.
മെഹബൂബ് ഏത് ഭാഷക്കാരനടുക്ക് ചെന്നാലും ഏത് വേഷക്കാരനടുക്ക് ചെന്നാലും അവരുടെ ആളാണ് മെഹബൂബ്. എന്നോട് തന്നെ ചില മുതിർന്ന ബംഗാളി സുഹൃത്തുക്കൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ബംഗാളിയാണോ എന്ന് വെച്ചാൽ അദ്ദേഹം രവീന്ദ്ര സംഗീതവും കൈകാര്യം ചെയ്തിരുന്ന ഒരാളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വിവിധ സംഗീതധാരകൾ അത് മെഹബൂബ് ആണ്. അതായിരുന്നു മെഹബൂബിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനി സംഗീതത്തോടുള്ള ഒരു ആഭിമുഖ്യം. അത് ഈ നാടിൻ്റെയും കൂടി ഒരു പ്രത്യേകതയാണ്. ഹിന്ദുസ്ഥാനിയുടെയുള്ള പാരമ്പര്യവും മാത്രമല്ല, മെഹബൂബ് തന്നെ ഒരു ഹിന്ദി സംസാരിക്കുന്ന കുടുംബത്തിൽ ജനിച്ചയാളാണ്. ദക്ഷിണി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചയാളാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഈ കൊച്ചി കടലോരത്തുള്ള പട്ടാള ക്യാമ്പുകളിൽ ചില്ലറ ജോലികളൊക്കെ എടുത്ത് പട്ടാള കമാൻഡർമാരുടെയൊക്കെ വീടുകൾ കയറിയിറങ്ങിയപ്പോൾ സംഗീത സ്നേഹികളായ ക്യാപ്റ്റൻ മുഖർജിയെ പോലുള്ള ആളുകൾ കണ്ടെത്തിയത് ഒരു അത്ഭുത ബാല സംഗീത പ്രതിഭയായിരുന്നു. മെഹബൂബിനെ അവർ പഠിച്ചിട്ടുണ്ട്. മെഹബൂബിൽ നിന്നും അവർ പലതും കേൾക്കുകയുണ്ടായിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഏതാണ്ട് ഒരു 10-12 വയസ്സ് പ്രായമുള്ളപ്പോൾ മെഹബൂബ് ഫോർട്ട് കൊച്ചിയിൽ ഒരു സമാധാന സമ്മേളനത്തിന് ഒരു ഉറുദു കവിത ചൊല്ലി. വളരെ സംഗീതാത്മകമായിട്ട് ചൊല്ലി എന്നാണ് മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ കവിത കേട്ട സാക്ഷാൽ കെ.എ. അബ്ബാസ് അന്ന് വിളിച്ച് മെഹബൂബിനെ അനുഗ്രഹിച്ച് പറഞ്ഞത്, നീ എങ്ങനെ ഇത്രയും മനോഹരമായി ഉറുദു ഭാഷ ഉച്ചരിക്കുന്നതെന്നാണ്. കൂടാതെ ഒരു ഉറുദു ഷായരി അല്ലെങ്കിൽ ഉറുദു കവിത ചൊല്ലുന്ന ഈണവും പാഠവുമെല്ലാം എന്ന് വെച്ചാൽ കൊച്ചുനാൾ തന്നെ ഇതൊക്കെ സ്വായത്തമാക്കിയെന്നർത്ഥം. അതുകൂടാതെ തന്നെ ഉറുദുവിൽ ഗസലുകളും ഖവാലികളും, അത് കൊച്ചിയുടെ ആദ്യകാല പ്രതിഭകൾ എന്ന് പറയുന്ന ഗുൽ മുഹമ്മദ് സാഹിബിനെ പോലുള്ള ആളുകളുടെ സ്വാധീനം മെഹബൂബിൽ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഈ ഖവാലിയുടെയും ഗസലിൻ്റെയും അംശമെല്ലാം മെഹബൂബ് പാടുമ്പോൾ അവതീർണമാകുമായിരുന്നു. അങ്ങനെ വിവിധ സംഗീതധാരകൾ എല്ലാം കൂടി ചേർന്ന എന്താ പറയുക, ഒരു സംയോഗമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഗീത യോഗമായിരുന്നു മെഹബൂബിൻ്റെ പ്രതിഭാവിശേഷം. മെഹബൂബിൻ്റെ കുടുംബം പട്ടാളമാണ്. പട്ടാളത്തിലാണ് മൂപ്പര് ജീവിച്ച് മരണം വരെ പിന്നെ ഈ പ്രദേശത്തായിരുന്നു. 1957 മുതൽ മെഹബൂബിൻ്റെ കൂടെ ഒരു നിഴലായി അബ്ദുക്കോയ തുരുത്തിയുമുണ്ട്. മൂപ്പര് സ്ഥിരം അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്, ആരും അറിയില്ല. പിന്നെ 1950 കുഞ്ചാക്കോൻ്റെ ജീവിതനോദിയ നേതൃത്വത്തിൽ ആദ്യമായിട്ട് പാടിയത്. അന്ന് ഇവിടുന്ന് കൊണ്ടുപോയത് ഷംസു എന്ന് പറഞ്ഞൊരാളുണ്ട്, സുശീൽ കുമാർ, സിനിമാനിടം തന്നെയായിരുന്നു മൂപ്പര്. ജ്യേഷ്ഠൻ താഹർക്കാന്ന് പറയും. മൂപ്പരാണ് പരിശ്രമിച്ച് ഉദാസുരയിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ആ ആദ്യ ഗാനം അകാലെ അകാലെയാരും കൈവിടും. ജീവിതനൗക എന്ന സിനിമയിൽ എത്തിപ്പെടുന്നത് തികച്ചും യാദൃച്ഛികമായി. ആ കഥ പറയുന്നത് ഗാനരചയിതാവായ നെൽസൺ ഫെർണാണ്ടസ്. ജീവിതനൗക എന്ന മലയാള ചിത്രത്തിന് വേണ്ടിയിട്ട് ദക്ഷിണാമൂർത്തിയാണ് സംഗീതം ചെയ്തത്. അപ്പോൾ കൊച്ചിയിൽ ഇവിടെ വന്ന് മുത്തയ്യയ്ക്ക് ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, അടുത്ത് തന്നെയാണ് വീടുമൊക്കെ തന്നെ. അപ്പോൾ ദക്ഷിണാമൂർത്തി മുത്തയ്യയുമായിട്ട് അടുപ്പമാണ്. അങ്ങനെ മദ്രാസിൽ നിന്ന് ദക്ഷിണാമൂർത്തി കൊച്ചിയിൽ വരികയും മുത്തയ്യയെ കണ്ട് അവർ സംസാരിക്കുന്നതിനിടയിൽ സ്വാമി പറഞ്ഞ്, എനിക്ക് ഞാനിങ്ങനെ ജീവിതനൗകയ്ക്ക് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഇതുവരെയും കേൾക്കാത്ത ഒരു വളരെ സവിശേഷതയുള്ള പ്രത്യേകതയുള്ള ഒരു വോയിസ്, ഒരു ഗോൾഡൻ വോയിസ് എനിക്ക് ആവശ്യമാണ് എന്ന് മുത്തയ്യോട് പറയും. അപ്പം മുത്തയ്യ പെട്ടെന്ന് മെഹബൂബിൻ്റെ കാര്യം ആലോചിച്ചു. പക്ഷേ മെഹബൂബിന് അന്ന് ഒരു ശരിയായിട്ടുള്ള ഒരു അഡ്രസ്സ് പോലും ഇല്ല. മെഹബൂബ് എവിടെയായിരിക്കും എന്ന് പറയാൻ പറ്റിയില്ല. അപ്പം മെഹബൂബിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ എന്ന് മുത്തയ്യ ആലോചിച്ചു. അങ്ങനെ മുത്തയ്യ കാറുമെടുത്ത് ഈ മെഹബൂബ് സാധാരണ കണ്ടുവരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷിച്ചു. പക്ഷേ മെഹബൂബിനെ കണ്ടെത്തിയില്ല. അങ്ങനെ തിരിച്ചു ചെന്നിട്ട് ദക്ഷിണാമൂർത്തിയോട് പറഞ്ഞു, എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാമി ഏതായാലും പോയിക്കോളൂ, ട്രെയിനിന് പോവുകയാണ്, ഞാൻ അതിനുള്ളിൽ കാണുകയാണ്, ട്രെയിൻ വിടുന്നതിന് മുമ്പ് ഞാൻ മെഹബൂബിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവരാം. അപ്പോൾ സ്വാമിക്കൊന്ന് കേൾക്കാമല്ലോ, ഒന്ന് ഒരു വരിയെങ്കിലും മൂടുന്നത് കേൾക്കാമല്ലോ എന്നിട്ട് സ്വാമി തീരുമാനിക്കുന്നു. അങ്ങനെ ദക്ഷിണാമൂർത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇതിനിടയിൽ മെഹബൂബിനെ കണ്ടെത്തുകയും വണ്ടി വിടുന്നതിന് മുൻപായിട്ട് മെഹബൂബും മുത്തയ്യയും കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയായിരുന്നു.
അപ്പോൾ സ്വാമി പറഞ്ഞു ഇപ്പോഴെങ്ങനെയാണ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കണം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയിട്ട് ഏതെങ്കിലും ഒരു വരി മൂളിയാൽ മതി. അപ്പോൾ ഒരു വരി മൂളിക്കഴിഞ്ഞ ഉടനെ വണ്ടി വിടാൻ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വരി ഏതെങ്കിലും അറിയാവുന്നൊരു പാട്ടിൻ്റെ ഒരു വരി മൂളാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ സുഹാനി രാത്ത് ഡൽ ചുക്കി എന്നുള്ള ഹിന്ദി പാട്ട് ഒരു 2 വരിയേ പാടാൻ സാധിച്ചുള്ളൂ. അപ്പോഴേക്ക് വണ്ടി പുറപ്പെടാനുള്ള സമയമായി. അപ്പോൾ ദക്ഷിണാമൂർത്തി പറഞ്ഞു എനിക്ക് വളരെ തൃപ്തിയായി, ഞാൻ വിവരം അറിയിക്കുമ്പോൾ നിങ്ങൾ മദ്രാസിൽ വരണം എന്ന് പറഞ്ഞു വരികയാണ്. അന്നൊക്കെ ഹിന്ദി സിനിമയിലെയോ ചിലപ്പോൾ തമിഴ് സിനിമയിലെയോ ഈണങ്ങൾ അതേപടി തന്നെ മലയാളത്തിൽ അനുവർത്തിച്ചുകൊണ്ടുള്ള ട്യൂണുകൾ അല്ലെങ്കിൽ ഈണങ്ങളായിരുന്നല്ലോ നൽകിയിരുന്നത്. ഏതായാലും മെഹബൂബ് ശ്രദ്ധിക്കപ്പെട്ടു. മെഹബൂബ് അന്ന് തിക്കുറിശിക്ക് വേണ്ടിയാണ് പാടിയത്. തിക്കുറിശിക്ക് വേണ്ടി, അല്ലെങ്കിൽ സത്യന് വേണ്ടി, അല്ലെങ്കിൽ പ്രേം നസീറിന് വേണ്ടി, അല്ലെങ്കിൽ മൺമറഞ്ഞ പ്രൊഫസർ മൻബസൻ സാറ് അഭിനയിച്ച സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി എന്ന് വെച്ചാൽ അന്ന് ഹീറോയുടെ ശബ്ദമായിരുന്നു മെഹബൂബിൻ്റെ. ആ കാലത്തൊക്കെ കേരളക്കരയിലെ യുവാക്കൾ പാടി നടന്നിരുന്നത് മെഹബൂബിൻ്റെ പാട്ടുകളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യകാല പിന്നണി ഗായകൻ, ഹീറോകളിലെ പിന്നണി ഗായകൻ മെഹബൂബായിരുന്നു. ഇബ്രാഹിം തുരുത്തി മെഹബൂബ് എന്ന മട്ടാഞ്ചേരിക്കാരുടെ ഭായിയുടെ കൂടെ ആയിരുന്നു പാട്ടിലും കൂട്ടിലും. ാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കൊടി വയ്ക്കാൻ, ഈ സാധനം ഒന്ന് പാടി പാടിയത്. ഇത് കൂടാണ്ട് പൊൻകതിരിൽ പാടിയിട്ടുണ്ട്. സകലം വിധിയല്ലേ പാരിൽ സാഹസമരുതരുതേ. അത് എന്താണ് ഒരു ഹിന്ദി പാട്ട് ട്യൂണാണത്. ആ ട്യൂണിൽ തന്നെ സകലം വിധിയല്ലേ പാടിയിട്ടുണ്ട്. അതുകൂടാണ്ട് കിടാവിളക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ പാടിപ്പാടി തളർന്നുറങ്ങിയ മാനസ മുരളി, പാടിപ്പാടി തളർന്നുറങ്ങിയൻ മാനസ മുരളി, പാടിപ്പാടി എന്നുള്ള സാധനം. അതൊക്കെ ബായി പാടി ഏറ്റവും വലിയ മെലഡി പാട്ട്. അതുകൂടാണ്ട് വേറെ ഒരുപാട് എണ്ണം ഉണ്ട് ബായി പാടിയത്. നമുക്ക് കേട്ടതും കേൾക്കാത്ത ഓർമ്മയില്ലാത്തൊരു പാടും എനിക്ക് ഓർമ്മ ഒന്നും കിട്ടണല്ലോ ചിലത്. അങ്ങനെ ഒരുപാട് മെലഡി പാടിയിട്ടുണ്ട് ബായി. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടം തോന്നുന്ന പാട്ടുകളാണ്. പിന്നെ അതുപോലെ കോമഡി, അതുപോലെ തന്നെ ഈ മറ്റേ ഒരു സിനിമ കഴിഞ്ഞ് വന്നപ്പോഴാണ് കോഴിക്കോട് അങ്ങാടിയിലെ കോയക്കാൻ്റെ കടയിലെ, അത് നമ്മൾ സോഷ്യൽ വെൽഫെയർ സെൻ്റർ അവിടെ വെച്ചിട്ട് ഈ പാട്ട് ഇങ്ങനെ പാടിയിട്ട് അങ്ങനെയാണ് റിക്കാർഡ് ഇറങ്ങുന്നത്. പിന്നെ സ്റ്റേജിൽ ബായി ആ പാട്ട് കയറി പാടാൻ നേരത്ത് അതിനൊരു പ്രത്യേക സ്റ്റൈലാണ്. ബായി റിക്കാർഡ് കഴിഞ്ഞ് വരുന്ന ആ സ്റ്റൈലല്ല പാടുന്നത് വേറൊന്ന്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് ഭരുത്തതും ചോറ്. പാട്ടിൻ്റെ എല്ലാ പിരിവുകളിലും മെഹബൂബ് പാടിത്തിമിർത്തു. ജനങ്ങൾക്കു വേണ്ടി പാടുന്നതിലായിരുന്നു മെഹബൂബിൻ്റെ താല്പര്യം. ആലാപനത്തിൻ്റെ ആത്മനിർവൃതിയായിരുന്നില്ല, ആസ്വാദനത്തിൻ്റെ കൂട്ടായ്മയായിരുന്നു മെഹബൂബിൻ്റെ ലക്ഷ്യം. അമ്പലക്കുളങ്ങരയമ്പ്രാന്റെ കടയിലെ തുമ്പപ്പൂ പോലുള്ള ചോറ് കൂട്ടാൻ എമ്പ്രാത്തി വെച്ച സാമ്പാർ. അലഞ്ഞുതിരിയുന്ന കാറ്റുപോലൊരു പാട്ടുകാരൻ. രചന നിർവഹണം KV ശരത്ചന്ദ്രൻ. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ പോള് വായിൽ ആവിക്കപ്പല് മൂളി വരുന്നൊരു ചേലി. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.